നമ്മളുടെ അടുത്ത് ഗൈനക്കോമാസ്റ്റിയ ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു സെക്കൻഡറി കൺസേൺ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ സൈഡിലുള്ള വീക്കം. നമ്മൾ ഈ ലാറ്ററൽ ചെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഏരിയ. ലാറ്ററൽ ചെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കൈകൾ, ആംസ് എവിടെയാണ് നമ്മുടെ ചെസ്റ്റിനെ തൊടുന്നത്, ആ ഏരിയയിലാണ് നമ്മൾ ലാറ്ററൽ ചെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് വണ്ണം കൂടുതലായിരിക്കും, ഓവർ വെയ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഭാഗത്തിൽ ചിലപ്പോൾ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ്സ് ഒരുപാട് കാണും. അപ്പോൾ നമ്മൾ ഗൈനക്കോമാസ്റ്റിയ മാത്രം ട്രീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ലാറ്ററൽ ചെസ്റ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെഞ്ച് ഫ്ലാറ്റായിട്ടിരിക്കും ഫ്രണ്ടിൽ നിന്ന്, പക്ഷേ സൈഡ് വീങ്ങിയിരിക്കും. അത് കാരണം അഭംഗി ഉണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതുമാതിരി ലാറ്ററൽ ചെസ്റ്റിൽ ഡിഫോമിറ്റി ഉണ്ട്, അവിടെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇത് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ലൈപ്പോസക്ഷനാണ്. നമ്മൾ ഗൈനക്കോമാസ്റ്റിയ ട്രീറ്റ് ചെയ്യുമ്പോൾ ലൈപ്പോസക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രസ്റ്റ് ടിഷ്യൂവിലെ ഫാറ്റ് കുറയ്ക്കാറുണ്ട്. അതേ പോർട്ട് വഴി തന്നെ നമുക്ക് ലാറ്ററൽ സൈഡിലുള്ള ചെസ്റ്റിൻ്റെ ഫാറ്റ് നമുക്ക് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് സക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടുന്ന് ഫാറ്റ് ഡെപ്പോസിറ്റ്സിൻ്റെ സൈസ് കുറയും. അപ്പോൾ ലൈപ്പോസക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്രഷർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ ഗാർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള വെസ്റ്റ് പോലത്തെ ഉള്ള ഒരു ഗാർമെൻ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നതോടെ കോണ്ടൂർ അബ്നോർമാലിറ്റി കുറയും, സ്വെല്ലിംഗ് കുറയാനുള്ള സ്പീഡ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പം ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ലാറ്ററൽ ചെസ്റ്റിനെ ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക്, വളരെ അൺകോമൺലി ചില ആൾക്കാർക്ക് ആ ഭാഗം ചിലപ്പോൾ സ്കിൻ ലാക്സിറ്റി കാണും. സ്കിൻ ചിലപ്പോൾ ഒരുപാട് എക്സസ് ഉണ്ടായിരിക്കും. അതെങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ ഒരുപാട് വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഭയങ്കര ഒബീസിറ്റി ഉള്ള ആൾക്കാർ ഒരു 25-30 കിലോസ് ലൂസ് ചെയ്യുമ്പോൾ സ്കിൻ ലാക്സിറ്റി പെർമനൻ്റ് ആയിരിക്കും. അത് റീകോയിൽ ഫൈനൈറ്റാണ്, അത് റീകോയിൽ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ലൈപ്പോസക്ഷനും പ്രഷർ ഗാർമെൻറ്റ് മാത്രം യൂസ് ചെയ്താൽ ചിലപ്പോൾ അത്ര ഉപയോഗം ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ സ്കിന്നും കൂടെ റിമൂവ് ചെയ്യും. ഏത് രീതിയിലാണ് സ്കിൻ റിമൂവ് ചെയ്യുന്നത് അത് ലാക്സിറ്റിയെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് സ്കിൻ റിമൂവലിൻ്റെ ആവശ്യമില്ല. അവർക്ക് ലൈപ്പോസക്ഷനും പ്രഷർ ഗാർമെൻറ്റ് യൂസ് ചെയ്താൽ തന്നെ നമ്മളുടെ ലാറ്ററൽ ചെസ്റ്റിലെ ഡിഫോമിറ്റി കുറേയൊക്കെ മാറിക്കിട്ടും.